OSS is usually free. There are some exceptions. That means open source software is free. എന്നാൽ ചില exceptions ഉണ്ട്. These exceptions are considering the total cost of ownership (TCO) involved in adopting and managing open source software. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ശരിക്കും ഫ്രീ ആണ്, എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില കാര്യത്തിന് പേയബിൾ ആണ്. അതിന്റെ എക്സെപ്ഷൻസ് എന്താന്ന് വെച്ചാൽ ഓണർഷിപ്പിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് മാനേജ് ചെയ്യുന്നതിനും അഡോപ്റ്റ് ചെയ്യുന്നതിനും ആ സോഫ്റ്റ്വെയർ, ആ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഒരു ചെറിയ എമൗണ്ട് പേയബിൾ ആണ്. And consider the need for additional services or products as this may have cost attached. Example, access to software updates, support services, etc. അതായത് അഡീഷണൽ സർവീസസ് ഓർ പ്രോഡക്ട്സിന്റെ പ്രോഡക്ട്സിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സർവീസസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പ്രോഡക്ട്സോ വേണമെന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് വേണ്ടി വരും. കോസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ ചെയ്യുന്നതിന് ഇത്ര മാത്രം പൈസ പേബിൾ ആണ് എന്ന് പറയണം. അപ്പൊ എക്സാമ്പിൾ, ആക്സസ് ടു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ആ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ സപ്പോർട്ട് സർവീസസ്, ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഹെൽപ്പ് നമുക്ക് വേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് അഡീഷണൽ സർവീസസ് എന്ന് പറയാം. അല്ലെങ്കിൽ അഡീഷണൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് പേയബിൾ ആണ്. These costs would include moving data from an old system to new system, training cost and cost involved when switching from one platform to another one. Example, the cost of switching from Microsoft Windows to a Linux operating system. അതായത് കോസ്റ്റിനകത്ത്, ഈ കോസ്റ്റ് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ചില കാര്യങ്ങളൂടെയാണ് പറയുന്നത്. മൂവിങ് ഡേറ്റ ഫ്രം ആൻ ഓൾഡ് സിസ്റ്റം ടു ന്യൂ സിസ്റ്റം, പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലോട്ട് അത് മൂവ് ചെയ്യുമ്പോഴോ ഡേറ്റ മൂവ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ട്രെയിനിങ് കോസ്റ്റ്, ട്രെയിൻ ചെയ്യുന്നതിന്റെ കോസ്റ്റ്, അതേപോലെ തന്നെ കോസ്റ്റ് ഇവോൾവ് വെൻ സ്വിച്ചിങ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അനദർ വൺ. അതായത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ, ദാറ്റ് മീൻസ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിനോ നമുക്ക് ഈ കോസ്റ്റ് അഫോർഡബിൾ ആണ്, നമുക്ക് അത് കോസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ, ദി കോസ്റ്റ് ഓഫ് സ്വിച്ചിങ് ഫ്രം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴും ഉണ്ടാകും ഒരു കോസ്റ്റ്. The term open source software was created in 1998 as a new label for free software. The idea behind is software or algorithms in general are knowledge, and knowledge should be free for everyone. The term open source software എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തത് 1998-ലാണ്. അതിന് പുതിയ ഒരു ലേബലും വന്ന് ഫ്രീ സോഫ്റ്റ്വെയർ എന്നും. ദ ഐഡിയ ബിഹൈൻഡ്, അതിന്റെ ഐഡിയ എന്തോ എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അൽഗോരിതം ജനറലായി തരുന്ന ഒരു നോളജ് ആണല്ലോ. ആ നോളജ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. എവ്രി വൺ, അതായത് ഷുഡ് ബി ഫ്രീ ഫോർ എവ്രി വൺ, എല്ലാവർക്കും അത് ഫ്രീ ആയിരിക്കണം. Free software can be used, copied, studied, modified and redistributed by everyone. It is different to freeware, which is free of charge but does not allow modification and redistribution. ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം, കോപ്പി ചെയ്യാം, അത് സ്റ്റഡി ചെയ്യാം, പിന്നെ മോഡിഫൈ ചെയ്യാം ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഫ്രീവെയർ, അതായത് ഫ്രീ വെയറിൽ നിന്ന് ഡിഫറെന്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഫ്രീവെയർ ഈസ് ഫ്രീ ഓഫ് ചാർജ്, ചാർജ് അതിനകത്ത് ഈടാക്കുന്നില്ല, ബട്ട് ഡസ് നോട്ട് അലോ മോഡിഫിക്കേഷൻ ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. ഫ്രീവെയർ എപ്പോഴും ഓൾവേസ് ഫ്രീ ആണ്, അതിനകത്ത് ഒരു കോസ്റ്റും ഈടാക്കുന്നില്ല, പക്ഷെ അതിന് എന്തൊക്കെ അലോ ചെയ്യുന്നില്ല, മോഡിഫിക്കേഷനും റീഡിസ്ട്രിബ്യൂഷനും ചെയ്യാൻ പറ്റില്ല. Open source software became popular through the spreading of Linux operating system, which was developed and released in 1991 by Linus Torvalds. ഇതിന് പോപ്പുലർ ആയതെന്ന് പറഞ്ഞാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഇതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാവാനായിട്ട് അത് ഉണ്ടായത്. ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആൻഡ് റിലീസ് ചെയ്ത് 1991-ലാണ്. ലിനസ് ടോർവാൾഡ്സ് എന്ന് പറയുന്ന ആളാണ് ഡെവലപ്പ് ചെയ്തത്. The disadvantages about using open source software. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് നോക്കാം.
നോ ഓർ ലെസ് പേഴ്സണൽ സപ്പോർട്ട്. നമുക്ക് അതിനകത്ത് എന്താ നോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ പേഴ്സണൽ സപ്പോർട്ടേ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലെസ് പേഴ്സണൽ സപ്പോർട്ട് ആയിരിക്കും അതിനകത്ത് ലഭിക്കുന്നത്. നോബഡി ഈസ് റിയലി റെസ്പോൺസിബിൾ. അതായത് അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരും ആക്ച്വലി അതിന് ഒരു ഓണർഷിപ്പ് ആയിട്ട് അത് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്തു, അവിടെ ഇട്ടു, വീണ്ടും അടുത്ത ആൾക്ക് അത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അത് നെറ്റിൽ നിന്ന് ആര് ഡൗൺലോഡ് ചെയ്യുന്നു അത് എന്ത് ചെയ്യുന്നു, അടുത്ത ആളത് വീണ്ടും എടുക്കുന്നു, അത് അപ്ഡേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആരും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഫോർ പ്രോഗ്രാമേഴ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഏൺ മണി. പ്രോഗ്രാമേഴ്സിന് നമ്മുടെ പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻസ് അതിനകത്ത് ഇടുമ്പോൾ പ്രോഗ്രാമേഴ്സിന് മണി ഏൺ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ഫോർ പ്രോഗ്രാമേഴ്സ് ഇറ്റ്സ് ഹാർഡ് ടു ഡിഫെൻഡ് ദെയർ പ്രോഡക്റ്റ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഞാനൊരു പ്രോഗ്രാമർ ആണെങ്കിൽ എനിക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ ചെയ്ത അത്രയും പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് മൾട്ടിപ്പിൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കോഡ് മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മോർ സെക്യൂരിറ്റി പ്രോബ്ലംസ്, ഒത്തിരി സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഇസ് ഹയർ. കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഹയർ ആണ്. Then people prefer open source software to proprietary software for a number of reasons, including അതായത് ഈ ആൾക്കാര് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെക്കാട്ടിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറെ റീസൺസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കൺട്രോൾ. Many people prefer open source software because they have more control over that kind of software. അവർക്ക് അവരുടേതായ കൺട്രോൾ, അതായത് വേറൊരാള് തരുന്ന നമുക്ക് അതിനകത്ത് ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും. യൂസ് ചെയ്യുന്നവർക്ക് യൂസേഴ്സിന് കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. Then next one is training. Open source code is publicly accessible. Students can easily study it as they learn to make better software. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പബ്ലിക്കലി അത് ആക്സസിബിൾ ആണ്. സ്റ്റുഡൻസിന് അത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടേതായ ഇംപ്ലിമെന്റേഷൻസ് അതിനകത്ത് കൊടുത്തിട്ട് ബെറ്റർ സോഫ്റ്റ്വെയർ ആക്കാനും സാധിക്കും. Then students can also share their work with others, inviting comment and critique as they develop their skills. സ്റ്റുഡൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടേതായ വർക്ക് വേറൊരാൾക്ക് അത് ചെയ്തിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കമന്റ്സ് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ ക്രിറ്റിസിസം ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് സെക്യൂരിറ്റി. സം പീപ്പിൾ പ്രിഫർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ബിക്കോസ് they consider it more secure and stable than proprietary software. ചില ആൾക്കാർ ഇത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്കത് കൂടുതൽ സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെക്കാട്ടി കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. Then because anyone can view and modify open source software, someone might spot and correct errors or omissions that the program's original authors might have missed. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ അതേപോലെ തന്നെ ഒറിജിനൽ ഓർഡേഴ്സ് അവർ വിട്ടുപോയ ചില കറക്ഷൻസ് ആർക്കെങ്കിലും അത് സ്പോട്ട് ചെയ്യാനായിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then and because so many programmers can work on a piece of open source software without asking for permission from original authors, they can fix, update and upgrade open source software more quickly than they can proprietary software. അതേപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാമേഴ്സിന് ഒരു പീസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ. ഇപ്പൊ ഒറിജിനൽ ഓർഡേഴ്സ് ഇല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ ഒറിജിനൽ ഫയലിന്റെ ഓർഡർ അല്ലെങ്കിൽ ഓണർ ഇല്ലാതെ നമുക്കൊരു ഫയൽ ചേഞ്ച് ചെയ്യാനായിട്ട് പാടാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ പല പ്രോഗ്രാമേഴ്സിന് ഒരേ പീസ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന അതേ പീസിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതേ ഫയൽ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും വേറൊരാളും അത് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരേ പീസ് ഓഫ് സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യാൻ പറ്റും,
മൾട്ടിപ്പിൾ പ്രോഗ്രാമേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആരുടെയും പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ഫിക്സ്, അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മോർ ക്വിക്ലി ദാൻ ദേ ക്യാൻ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അവർക്ക് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതിനേക്കാട്ടിൽ സ്പീഡായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് എറേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ആ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റും. Then stability. Many users prefer open source software to proprietary software for important. അവർ കൂടുതൽ സ്റ്റെബിലിറ്റി ആണെന്നുള്ളത് കൊണ്ട് കൂടുതൽ എന്ത് ചെയ്യുന്നു, അവർ യൂസ് ചെയ്യുന്നു ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ മറ്റതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ അത് എടുക്കുന്നു. The following are a list of advantages of opting for open source software. അതായത് ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആണ്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓപ്റ്റ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ലെസർ ഹാർഡ്വെയർ കോസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ലെസർ ഹാർഡ്വെയർ കോസ്റ്റ്. Since Linux and open source solutions are easily portable and compressed, it takes lesser hardware power to carry out the same task when compared to the hardware power it takes on servers such as Solaris, Windows or workstations. Since Linux and open source solutions are easily portable and compressed. അതായത് ലിനക്സും ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസും നമുക്ക് പോർട്ടബിളും കംപ്രസ്ഡും ആണ്. ഈസിലി ദേ ക്യാൻ ബി പോർട്ടബിൾ, നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ് ടേക്സ് ലെസർ ഹാർഡ്വെയർ പവർ ടു ക്യാരി ഔട്ട് ദി same task when compared to the hardware power it takes on servers such as Solaris, Windows or workstation. അത് പോർട്ടബിളും കംപ്രസ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ഹാർഡ്വെയർ പവർ മാത്രമേ ഇതേ സെയിം ടാസ്ക് നമ്മൾ സെർവേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ, സെർവേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ പവറിനെക്കാട്ടിലും എന്ത് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ലിനക്സിലും ഓപ്പൺ സോഴ്സ് സൊല്യൂഷനിലും യൂസ് ചെയ്യുന്നത്. അതായത് സെർവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോളാരിസ്, വിൻഡോസ് അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻസ് ഒക്കെ. With this less hardware power advantage, you can even use cheaper or older hardware and still get the desired result. ഈ ലെസ് ഹാർഡ്വെയർ പവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്ന നമുക്ക് you can even use cheaper or older hardware and still get desired. നമുക്ക് ഇതിലും ചീപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. Open source software is mostly high quality software. When you use the open source software, the source code is available. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. മോസ്റ്റ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആർ വെൽ ഡിസൈൻഡ്. ഇത് മിക്കവാറും ഉള്ളതെല്ലാം വെൽ ഡിസൈൻഡ് ആയിരിക്കും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൻ ഓൾസോ ബി എഫിഷ്യന്റ്ലി യൂസ്ഡ് ഇൻ കോഡിംഗ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്ന കോഡിങ്ങിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. These reasons make open source software an ideal choice for organizations. ഈ റീസൺസ് ഒക്കെ കൊണ്ട് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒരു ഐഡിയൽ ചോയ്സ് ആയിട്ട് ഓർഗനൈസേഷന് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. Next advantage is no vendor locking. IT managers in organizations face constant frustration when dealing with vendor locking. IT managers, ഓർഗനൈസേഷനിലുള്ള IT മാനേജേഴ്സിന് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് ഫ്രസ്ട്രേഷൻ. അത് അവര് വെണ്ടർ ലോക്കിങ്സുമായിട്ട്, അതായത് ഈ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്നവരുമായിട്ടുള്ള ഡീല് വരുമ്പോ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഫ്രസ്ട്രേഷൻ. A lack of portability, expensive license fees and inability to customize software are some of other disadvantages. അതേപോലെ തന്നെ പോർട്ടബിലിറ്റി, അതിനുണ്ടാവുന്ന പോർട്ടബിലിറ്റിയുടെ ലാക്ക്, അതുപോലെ തന്നെ ലൈസൻസ് ഫീസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അവരുടെ പ്രിവിലേജിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ യൂസിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ കുറെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇങ്ങനെ പിന്നെ ഇത് വാങ്ങാൻ വരുന്നവർക്ക് ഈ ഒരു
നീഡ്സ് ഒക്കെ എന്താ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ IT മാനേജേഴ്സ് കുറെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും. യൂസിങ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അന്നേരം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ മോർ ഫ്രീഡം ആൻഡ് യൂസ് എഫക്റ്റീവ്ലി അഡ്രസ് ഓൾ ദീസ് ഡിസഡ്വാൻറ്റേജസ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് മോർ ഫ്രീഡം ആയിട്ട് വർക്ക് ചെയ്യാനും ഫ്രീലി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then integrated management. By using open source software, you can benefit from integrated management. അതായത് യൂസിങ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസസ് ടെക്നോളജി സച്ച് എസ് കോമൺ ഇൻഫർമേഷൻ മോഡൽ ആൻഡ് വെബ് ബേസ്ഡ് ഇന്റർഫേസ് മാനേജ്മെന്റ്. These are the high-end technologies enable you to integrate and combine server application. അതായത് നമ്മൾ ഓരോ മൊഡ്യൂൾസ് നമുക്ക് തന്നെ അറിയാം, ഓരോ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഓരോ മൊഡ്യൂൾസ് ഓരോരുത്തരായിട്ട് ചെയ്തിട്ട് അവസാനം ഇന്റഗ്രേറ്റ് ചെയ്യും, ഒരുമിച്ചാക്കുക. അപ്പൊ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കുറെ ടെക്നോളജീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ടെക്നോളജീസ് ആണ് കോമൺ ഇൻഫർമേഷൻ മോഡൽ ആൻഡ് വെബ് ബേസ്ഡ് എന്റർപ്രൈസ് മാനേജ്മെന്റ്. ദീസ് ഹൈ ആൻഡ് ടെക്നോളജീസ് enables you to integrate and combine server application service and workstation management. ഈ ടെക്നോളജീസ് നമുക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെർവറിനെ കമ്പൈൻ ചെയ്യാനും ആപ്ലിക്കേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സർവീസ് ഇന്റഗ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക്സ്റ്റേഷനെ മാനേജ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നു. ദിസ് ഇന്റഗ്രേഷൻ വുഡ് റിസൾട്ട് ഇൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അബൻഡന്റ് സപ്പോർട്ട്. നമുക്ക് ഒരു ഗ്രേറ്റ് സപ്പോർട്ടാണ് കിട്ടുന്നത്. അത് you will get ample support when you use open source software. Open source support is most freely available and can be easily accessed through online communities. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ആൻഡ് ക്യാൻ ബി, അതുപോലെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് വഴി നമുക്കിത് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. There are also many software companies that provide free online help and also varied levels of paid support. അതായത് ഒത്തിരി സോഫ്റ്റ്വെയർ കമ്പനീസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓൺലൈൻ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ലെവൽസ് ഓഫ് പെയ്ഡ് സപ്പോർട്ടും ഉണ്ട്. Most organizations who create open source software solution also provide maintenance and support. കൂടുതലും ഓർഗനൈസേഷൻസ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, മെയിൻ്റെനൻസ് സപ്പോർട്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then scaling and consolidating. Linux and open source software can easily be scaled. ഇത് നമുക്ക് എളുപ്പത്തിൽ അളക്കാനായിട്ട് പറ്റും. വിത്ത് വേരിഡ് ഓപ്ഷൻസ് ഫോർ ക്ലസ്റ്ററിംഗ്, ലോഡ് ബാലൻസിംഗ് ആൻഡ് ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻസ് സച്ച് എസ് ഇമെയിൽ ആൻഡ് ഡേറ്റാബേസ്, യു ക്യാൻ എനേബിൾ യുവർ ഓർഗനൈസേഷൻ ടു സ്കെയിൽ അപ്പ് ആൻഡ് അച്ചീവ് ഹയർ ഗ്രോത്ത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് എത്രമാത്രം വളർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് അത് എത്രമാത്രം വിലയിരുത്താനായിട്ട് സാധിക്കും. വിത്ത് വേരിഡ് ഓപ്ഷൻസ് ഫോർ ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട്, ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻസ് സച്ച് എസ് ഇമെയിൽ, ഡേറ്റാബേസ്, ഇതെല്ലാം വെച്ചിട്ട് യു ക്യാൻ എനേബിൾ യുവർ ഓർഗനൈസേഷൻ ടു സ്കെയിൽ അപ്പ്. നമുക്ക് എത്രമാത്രം ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് അത് വെച്ച് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ഗ്രോത്തിലോട്ട് നയിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രമാത്രം നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. A list of 10 principles which a software license must adhere to for it to be considered open source. അതായത് 10 പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയറിന് ലൈസൻസ് കൊടുത്ത് അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള 10 റൂൾസ് ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, 10 റൂൾസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം.
Redistribution. License shall not restrict any party from selling or giving away the software as a component of larger software distribution containing programs from multiple sources. അതായത് ഈ ലൈസൻസ് ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു പാർട്ടിയെ സെല് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഷെയർ ചെയ്യുന്നതിനോ ഒരു സോഫ്റ്റ്വെയർ ഒരു ലാർജർ കമ്പോണന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു ലാർജർ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇത് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നില്ല. അതായത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നാണ് ഈ പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. കാരണം ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് ഇത് കോഡ് അവസാനം എന്ത് ചെയ്യണം, കൺസോൾട്ടേറ്റ് ചെയ്യണം. കാരണം പലരും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ലാർജ് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആയിരിക്കും. അപ്പൊ അതിനൊരു ലൈസൻസ് ഒന്നുമില്ല, ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല ആ ലൈസൻസിനകത്ത്. ലൈസൻസ് ഉണ്ട്, ലൈസൻസിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. Next one, source code. The program must include source code and must allow distribution in source code as well as compiled form. ഈ പ്രോഗ്രാമിനകത്ത് സോഴ്സ് കോഡും കാണും, അതേപോലെ തന്നെ സോഴ്സ് കോഡ് കമ്പൈൽഡ് ഫോമിലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ അത് അലോ ചെയ്യുന്നുണ്ട്. Derived works. The license must allow modifications and derived works and must allow them to be distributed under the same term as the license of the original software. ഈ ലൈസൻസ് അത് എന്ത് ചെയ്യുന്നു, മോഡിഫിക്കേഷൻസ് അലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത വർക്കുകൾ അതുപോലെ തന്നെ സെയിം ടേംസ് ഒറിജിനൽ സോഫ്റ്റ്വെയറിന്റെ അതേ ലൈസൻസ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ഇതെല്ലാം അലോ ചെയ്യണം, അതാണ് പറയുന്നത്. ഇന്റഗ്രിറ്റി ഓഫ് ദി ഓർഡർ സോഴ്സ് കോഡ്. The license may restrict source code from being distributed in modified form only if the license allows the distribution of patch files with the source code for the purpose of modifying the program at build time. The license may restrict source code from being distributed in modified form only if license allow. അതായത് ഇതിനകത്ത് ഈ പ്രോഗ്രാംസ് അതായത് ഈ ലൈസൻസ് അലോ ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാച്ച് ഫയൽസ് മീൻസ് നമുക്ക് കംപ്ലൈന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാച്ച് ഫയൽസ് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഫയൽസിന് അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിട്ടുള്ള ഫയൽസിന് ഈ ലൈസൻസ് അലോ ചെയ്യുക. സോഴ്സ് കോഡോട് കൂടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ അലോ ചെയ്തുകൊണ്ട് സോഴ്സ് കോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസിന് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. സോഴ്സ് കോഡ് മോഡിഫൈഡ് ഫോം വഴി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവൂ എന്ന് റെസ്ട്രിക്ട് ചെയ്യാം. Then no discrimination against persons or group. ഈ ലൈസൻസ് ഒരിക്കലും ഒരു പേഴ്സണിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത്. ഡിസ്ക്രിമിനേഷൻ ഒന്നും അതിനകത്ത് ഇല്ലായിരിക്കും. No discrimination against fields of endeavor. The license must not restrict anyone from making use of the program in a specified field of endeavor. ലൈസൻസ് അതായത് ഈ ലൈസൻസ് ഒന്നിനെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഒരു വലിയൊരു പ്രയത്നത്തിലൂടെ ഒരു സ്പെസിഫൈഡ് ഫീൽഡിലാകാനായിട്ട് അതായത് ഒരു ലൈസൻസ് വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇതൊരു വലിയ ഒരു കഠിനാധ്വാനം ഉള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ എന്നുള്ളതൊന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അല്ലാതെ ഇത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ എന്നൊന്നും പറയുന്നില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈസൻസ്. The rights attached to the program must apply to all to whom the program is redistributed. അതായത് ഇത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈസൻസ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം ആർക്ക് വേണമെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. License must not be specific to a product. The rights attached to the program must not depend on a particular software distribution. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ മാത്രം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു പ്രോഗ്രാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ
സമയത്ത് അത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ മാത്രമല്ല ഇത് പറയുന്നത്, ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനും ആസ് എ ഹോൾ ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെ മാത്രമല്ല സ്പെസിഫൈ ചെയ്യുന്നത്. ലൈസൻസ് മസ്റ്റ് നോട്ട് റെസ്ട്രിക്ട് അതർ സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയറിന്റെ കൂടെ മറ്റുള്ള സോഫ്റ്റ്വെയറിന്റെ കൂടെ ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്തൊരു റെസ്ട്രിക്ഷനും ഇല്ല. ലൈസൻസ് മസ്റ്റ് നോട്ട് ബി ടെക്നോളജി ന്യൂട്രൽ. ഇത് ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ടെക്നോളജി മാത്രമേ ഇത് കൊടുക്കാവൂ അല്ലെങ്കിൽ ആ ലൈസൻസ് കൊടുക്കാവൂ എന്നൊന്നും പറയുന്നില്ല. നോ പ്രൊവിഷൻ ഓഫ് ദി ലൈസൻസ് മേ ബി പ്രെഡിക്റ്റഡ് ഓൺ എനി ഇൻഡിവിജ്വൽ ടെക്നോളജി. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ടെക്നോളജി മാത്രമായിരിക്കത്തില്ല ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ലത്. ഇതാണ് എക്സാമ്പിൾസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ. ഇതിനകത്ത് തന്നെ പേര് ഈ പഴം വരച്ചിരുന്ന് കൊടുത്തത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്.